എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷൻ ടോപ്പ് ഷാനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ദുഃഖകരമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടത്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഈരാറ്റുപേട്ടയിൽ വിഷ്ണു എന്നും രശ്മി എന്നും പേരുള്ള ഭാര്യ ഭർത്താവ് സ്വയം ആത്മഹത്യ ചെയ്തൊരു സംഭവമാണ്. ഈ സംഭവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബ്ലേഡ് മാഫിയയും. ഒരു കേവലം 36-34 വയസ്സ് പ്രായമുള്ള ഇവർ ജീവിതം ജസ്റ്റ് തുടങ്ങുകയായിരുന്നു. ആ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇവരുടെ ജീവൻ അപഹരിച്ച ആ ബ്ലേഡ് മാഫിയയെ ഇവർക്ക് പോക്സോ കേസിലെ ശിക്ഷയെക്കാളും ഉയർന്ന ശിക്ഷയാണ് ഇവർക്ക് നീതിപീഠം കൊടുക്കേണ്ടത്. ഇവർ മൂലം പല കുടുംബങ്ങളും നശിച്ചു. ഈ ബ്ലേഡ് മാഫിയ ഈ രശ്മി എന്ന് പറയുന്ന അവർ ആതുര സേവന രംഗത്ത് ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ ജോലി സ്ഥലത്തും അവർ താമസിക്കുന്ന സ്ഥലത്തും അവരുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് വളരെ മോശമായ രീതിയിൽ ഇവരെ അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ വേദനയാകാം ഒരുപക്ഷെ ഇവർ ജീവൻ അവസാനിപ്പിച്ചത്. അതിലുമുപരി ഈ ബ്ലേഡ് മാഫിയ ഈ വിഷ്ണുവിനെ മർദ്ദിച്ചതായും അറിയുന്നു. ഇനി ഇവർ മനഃപൂർവ്വം ഈ മാഫിയകളെ ചേർന്ന് കൂട്ടമായത് മർദ്ദിക്കുകയും വേണ്ടി വന്നാൽ ഇവരെ പീഡിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഇവരെ ഫോഴ്സ് ചെയ്ത് ഇഞ്ചക്ഷൻ ചെയ്യിപ്പിച്ച് വധിച്ചതായിരിക്കാം. അതും അന്വേഷിക്കേണ്ട ഒരു ഭാഗമാണ്. എന്തായിരുന്നാലും പോലീസ് ഇൻഡിപെൻഡൻ്റായിട്ട് അത് അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇനിയുള്ള ഇങ്ങനെയുള്ള ഈ ബ്ലേഡ് മാഫിയയുടെ അഴിഞ്ഞാട്ടം നിർത്താനുള്ള നിയമപരമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ നീതിപീഠം ഉറപ്പാക്കണം. ബ്ലേഡ് കൊടുക്കാം, പലിശ വാങ്ങും. പക്ഷേ എങ്കിലും ഒരു വീട്ടുകാർ ചെന്ന് ഭീഷണിപ്പെടുത്തുകയും അവരെ തേജോവധം ചെയ്യാനും അവരെ നാണം കെടുത്താൻ അവരുടെ ജോലി സ്ഥലങ്ങളിൽ പോയി അവരെ ഭീഷണിപ്പെടുത്താനുള്ളൊരു സംവിധാനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവർ കൊടുത്ത ക്യാഷ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് നിയമപരമായി പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതിപ്പെടാം. അവർക്ക് കോടതി മൂലം അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർപ്പ് കൽപ്പിക്കാം. ഇതില്ലാതെ നേരിട്ട് ഇവർക്ക് തന്നെ ശിക്ഷ കൊടുക്കാനും ശിക്ഷിക്കാനും എല്ലാത്തിനുള്ള ആധികാരികത ആരും കൊടുത്തിട്ടില്ല. ഇനി അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം. കാരണം ഇവർ കോവിഡിന് മുമ്പേ ചെയ്യുന്ന ബിസിനസ് 6% കോവിഡ് മൂലം തകർന്നതിന് ശേഷം പിന്നെ കോവിഡിന് ശേഷം വളരെ പതുക്കെ സ്ലോ ആയിട്ട് തുടങ്ങിയൊരു അവരുടെ വീണ്ടും ബിസിനസ് തുടങ്ങി. ജസ്റ്റ് ഇങ്ങനെ പച്ച പിടിച്ച് വരുമ്പോൾ ഈ ബ്ലേഡ് മാഫിയയിൽ നിന്ന് ക്യാഷ് എടുത്തത് അവർ ഇടയ്ക്കിടയ്ക്ക് പലിശ കൊടുക്കാറുണ്ട്. പക്ഷേ നിരന്തരമായി കൊടുക്കാൻ പറ്റിയില്ല. ആ ബിസിനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അവർ ചെറുപ്പക്കാരാണ്. അവർ അധ്വാനിച്ച് അവർക്ക് തീർക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ. അതിനുള്ള സമയവും സമാധാനവും ഈ ബ്ലേഡ് മാഫിയ കൊടുത്തില്ല. അതാണ് ഇവരുടെ ജീവൻ അപഹരിക്കപ്പെട്ടത്. നീതിപീഠം ഇതിന് വേണ്ട തക്ക ശിക്ഷ കൊടുക്കണം. പോലീസ് ആത്മാർത്ഥമായി ഇതിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും. കാരണം ഇനി കേരളത്തിൽ ഇങ്ങനെ മോശമായ ഒരു സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ല. ബ്ലേഡ് മാഫിയ അവർ വെറും തീവ്രവാദിയെക്കാളും മോശമായ ഒരു നിലപാടാണ്. ഒരു തീവ്രവാദികളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതേ നിലപാടിലായിരിക്കണം ഈ ബ്ലേഡ് മാഫിയയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഈ ബ്ലേഡ് മാഫിയ ഈ ലോക്കൽ മാഫിയയിൽ ഇപ്പോൾ ഈ പ്രൈവറ്റ് ഫൈനാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ വണ്ടി മാഫിയ. ഈ വണ്ടിക്ക് ലോൺ കൊടുക്കുന്നവർ ഇങ്ങനെയുള്ള ബ്ലേഡ് മാഫിയയും കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. ഗുണ്ടാസംഘം അവരുടെ കയ്യിലുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഫോണിലും മറ്റും കൂടെയൊക്കെ ഭീഷണിപ്പെടുത്താറുണ്ട്. അപ്പോൾ ആ ഭീഷണിപ്പെടുത്തിയവർക്കൊരു സമാധാനം കൊടുക്കേണ്ടത് അത് നീതിപീഠമാണ്. പോലീസും വരെ ഇടപെടണം. ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒരിക്കലും വരുത്താതിരിക്കാൻ ഒന്ന് ശ്രമിച്ചാലും. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ബ്ലേഡ് മാഫിയയിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യം ലോൺ നിങ്ങൾക്ക് അടയ്ക്കാതെ വന്നാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ അത് തിരിച്ചടയ്ക്കാമെന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾ ക്യാഷ് വാങ്ങിയവർ കൊടുക്കണം. എന്തായാലും വാങ്ങിയ ക്യാഷ് കൊടുക്കേണ്ടതാണ്. പക്ഷേ നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉപദ്രവിക്കാൻ വേണ്ടി അവർ വന്നാൽ നിങ്ങൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടേണ്ടതാണ്. അതല്ലാതെ
നമ്മൾ ക്യാഷ് വാങ്ങി അവർ ചീത്ത വിളിച്ച് അത് കേട്ടുകൊണ്ടിരുന്നാൽ ഇവർ കൂടുതൽ ഈ വാങ്ങുന്നവർ ഉപദ്രവിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഈ ബ്ലേഡ് മാഫിയ ഇങ്ങനെ ആരെയും ഉപദ്രവിയായിട്ട് അറിഞ്ഞാൽ നിങ്ങൾ രഹസ്യമായിട്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിവരങ്ങൾ കൊടുക്കണം. അവരെ നിയമത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരണം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.